എല്ലാവർക്കും മച്ചകല കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നൊരു ഡെസേർട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. സാബുദാണ സാബുദാണ അല്ലെങ്കിൽ നമ്മുടെ ചൗവരി കൊണ്ടാണ്. ചൗവരി അല്ലെങ്കിൽ സാഗോ എന്നൊക്കെ പറയുന്ന ഒരു ഇതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിന്ന് ഫ്രൂട്ട്സ് ഡെസേർട്ട് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമുക്ക് തയ്യാറാക്കി നോക്കാം. അതിന് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡറും, ഇതിന് നമ്മൾ മധുരത്തിനായിട്ട് നമ്മൾ കൽക്കണ്ടം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൽക്കണ്ടം ഒരുപാട് നല്ലതാണ്, ഒരുപാട് കെമിക്കൽ കുറവാണ്, ശരീരത്തിന് നല്ല തണുപ്പ് നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കും ഒക്കെ കൊടുക്കുമ്പം ഒക്കെ കൽക്കണ്ടം ഉപയോഗിച്ച് നമ്മൾ കുറുക്കുമൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മളിത് കട്ടകളൊന്നും ഇല്ലാതെ നമ്മളിതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗവിൽ വെച്ച് നമുക്ക് ഈ പാലിന്ന് കാച്ചിയെടുക്കാം. അന്നും പാല് അടിക്കൊന്നും പിടിക്കാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. മിൽക്ക് പൗഡർ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു തിക്നെസ്സും ഒരു ടേസ്റ്റും പ്രത്യേകമായിട്ട് കിട്ടും. അപ്പോൾ മിൽക്ക് പൗഡർ കയ്യിലുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്താലും മതി. ഇപ്പോൾ ഏത് പാലെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം പാല് നന്നായിട്ട് തിളപ്പിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് റൂം ടെമ്പറേച്ചറായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്കിട്ട് 1-2 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ സാബുദാണ അല്ലെങ്കിൽ നമ്മുടെ ചൗവരി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. 1-2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പം നമുക്ക് അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചൂട് കാലത്ത് ശരീരം തണുപ്പിക്കുന്നത് പോലെ ഇപ്പം മഴയും ഇടയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ചൂട് അത് ഒട്ടും കുറവേ ഇല്ല. ഇച്ചിരി വെയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. അപ്പോൾ ഇതേ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി ഇടയ്ക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും. കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ സാബുദാണ ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നാൽ മതി. നല്ല ട്രാൻസ്പെറൻ്റായി നമുക്ക് കിട്ടും. നമുക്കിനി ഇത് അരിപ്പയിലേക്ക് ഇട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതിലെ വെള്ളമൊക്കെ നമുക്കൊന്ന് കളഞ്ഞ് എടുക്കാം. ഇപ്പം തന്നെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയിട്ട് നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് ഞാനിത് അങ്ങ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പം പാല് തണുത്ത് വരുന്നതോടൊപ്പം ഈ നമ്മുടെ സാബുദാണയും ഇങ്ങോട്ട് നിന്നും തണുത്ത് വരും. നമുക്ക് ഒരു മണിക്കൂർ നേരം നമുക്ക് ഇതും ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ സബ്ജ സീഡാണ്. ഞാനിവിടെ സബ്ജ സീഡ് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് ഒരു വെള്ളം ഒഴിച്ച് വന്നിടുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടും. നമ്മുടെ നാട്ടിൽ ഇതിന് കസ്കസ് എന്നാണ് പറയണത്. അത് ഒരു സബ്ജ സീഡ് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് എടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതും മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ പാല് എടുത്ത് വെച്ചിരുന്ന പാല് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാബുദാണയും തണുത്ത് വന്നിട്ടുണ്ട്. ഞാനത് പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴമാണ്. ഞാനൊരു 1/4 കപ്പ് പഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാംഗോ ആണ്. മാങ്ങയുടെ സീസണാണ്. മാങ്ങ കയ്യിലുള്ളവർക്കെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വീതമാണ് എല്ലാ ഫ്രൂട്ടും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ അതിൽ കുറവായാലും കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഗ്രീൻ കളറിലെ ഗ്രേപ്സ് 2ആയിട്ട് മുറിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കറുപ്പ് നിറത്തിലുള്ള ഗ്രേപ്സും ഇത് ഞാൻ 2ആയിട്ട് മുറിച്ച് ഇതിലേക്ക് 1/4 കപ്പ് വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ പൊമഗ്രനേറ്റാണ്. പൊമഗ്രനേറ്റും ഞാനൊന്ന് പൊളിച്ച് എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു 1/4 കപ്പ് വീതം ചേർത്ത് കൊടുക്കാം. നല്ല കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കളറുള്ളതും മധുരമുള്ളതുമായ ഫ്രൂട്ടുകൾ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയുള്ളത് ചേർത്ത് കൊടുക്കേണ്ടതേ ഉള്ളൂ. ഇത് ആപ്പിളാണ്. ആപ്പിൾ ചെറുതായി അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സ്ട്രോബെറിയാണ്. സ്ട്രോബെറിയും ഞാനിവിടെ ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റാണ്, വളരെ കളർഫുള്ളാണ്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന സബ്ജ സീഡും കൂടി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഒരു മധുരവും തണുപ്പും ശരീരത്തിന് കിട്ടുന്നതിന് വേണ്ടി ഫ്രൂട്ട് എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഫ്രൂട്ടാണ്. എല്ലാ വിറ്റാമിൻസും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒക്കെ കൊടുക്കണം. ഇത് നമുക്ക് ശരീരം ഒന്ന് തണുപ്പിക്കാനും ഒക്കെ ആയിട്ട് മനസ്സും ശരീരവും എല്ലാം തണുത്ത് നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി മുകളിൽ കുറച്ചുകൂടി പൊമഗ്രാനൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3
ചെറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫ്രൂട്ട് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കേണ്ടവർക്ക് ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. ഇനി പഴം മാത്രമേ ഉള്ളെങ്കിൽ പലതരത്തിലുള്ള പഴം മാത്രം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത്രയുള്ള നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ എല്ലാവർക്കും താങ്ക് യു.